السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك عليه. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്വേഴ്സലിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. എന്താണ് ട്രാൻസ്വേഴ്സൽ? എന്തായിരുന്നു ട്രാൻസ്വേഴ്സൽ? രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിനെ പറ്റിയാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയാം. അല്ലേ? നമ്മൾ ട്രാൻസ്വേഴ്സിനെ പറ്റി എന്താണ് പഠിച്ചത്? രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ലൈനിനെ പറ്റിയാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ടാകും. ചിത്രത്തിൽ ഇങ്ങനെ നമുക്ക് ഇനി വേണമെങ്കിൽ ആ ലൈനിന് പേരിട്ട് കൊടുക്കാം. എം എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് ഇവിടെ കിടക്കുന്നത്, കണ്ട? എം എന്ന് പറയുന്ന ഒരു ലൈന്, അതുപോലെ എൻ എന്ന് പറയുന്ന മറ്റൊരു ലൈന്. എം എന്ന ലൈനിനെയും എൻ എന്ന ലൈനിനെയും വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് പി എന്ന ലൈന്. അതുകൊണ്ട് പി എന്ന ഈ ലൈനിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ട്രാൻസ്വേഴ്സൽ എന്ന് വിളിക്കാം. കാരണം എന്താ? എം എൻ എന്നീ രണ്ട് ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിലാണ് അത് കൂട്ടിമുട്ടിയിട്ടുള്ളത്. അങ്ങനെ പോകുന്ന ലൈനിനെ പറ്റിയാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇന്ന് ട്രാൻസ്വേഴ്സലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത്, ഒരു ട്രാൻസ്വേഴ്സൽ മുറിച്ചു പോകുമ്പോൾ അവിടെ വിവിധ രീതിയിലുള്ള ആംഗിൾസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. കണ്ടങ്ങളെ, എ ട്രാൻസ്വേഴ്സൽ ഗിവ്സ് റൈസ് ടു സെവറൽ ടൈപ്സ് ഓഫ് ആംഗിൾസ്. ഒരു ട്രാൻസ്വേഴ്സൽ ആണ് കടന്നു പോകുമ്പോൾ അവിടെ നിരവധിയായ ആംഗിൾസുകൾ ഉണ്ടാകുന്നു. ഏതൊക്കെ ആംഗിൾസ് ഉണ്ടാകുന്നത്? ഇതിന്റെ പേരുകളൊക്കെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഏതൊക്കെ രീതിയിലുള്ള ആംഗിൾസ് ഉണ്ടാകുന്നത്? ഇന്റീരിയർ ആംഗിൾസ് ഉണ്ടാകുന്നു, അതുപോലെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാകുന്നു, കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ടാകുന്നു, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, അതുപോലെ ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇങ്ങനെ 6 രീതിയിലുള്ള ആംഗിൾസ് ആണ് ഉണ്ടാകുന്നത്. എപ്പോൾ ഒരു ട്രാൻസ്വേഴ്സൽ കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ 6 രീതിയിലുള്ള ആംഗിൾസ് ആണ് ഉണ്ടാകുന്നത്. ഏതൊക്കെ നമുക്ക് നോക്കാം. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇതാണ് ഇന്റീരിയർ ആംഗിൾസ്, നിങ്ങൾ കാണുന്നുണ്ടാകും. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ 3, 4, 5, 6 ഇതിനെ പറ്റിയാണ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. 3, 4, 5, 6 ഇത് ഇന്റീരിയർ ആംഗിൾ തന്നെയാണ്. കാരണം ഈ രണ്ട് ലൈനിന്റെ ഉള്ളിൽ കിടക്കുന്ന ആംഗിളിനെ പറ്റിയാണ് എന്ത് പറയാ? ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. അപ്പോൾ 3, 4, 5, 6 ഈ രണ്ട് ലൈനുകളുടെ ഉള്ളിലുള്ള ആംഗിൾസിനെ പറ്റി നമ്മൾ പറയുന്നു ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്റീരിയർ ആംഗിൾസ് നമ്മൾ മനസ്സിലായി. ഇനി എക്സ്റ്റീരിയർ ആംഗിൾ എന്നാൽ എന്ത്? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇന്റീരിയർ ആംഗിൾ അല്ലാത്തതൊക്കെ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും. കാരണം ആ പുറത്ത് കിടക്കുന്ന ആംഗിളിനെ പറ്റിയാണ് എന്താ പറയാ? എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതാ എക്സ്റ്റീരിയർ ആംഗിൾ പറഞ്ഞാൽ എന്താ? പുറത്ത് കിടക്കുന്ന ആംഗിൾ. രണ്ട് ലൈനിനെയും പുറത്ത് കിടക്കുന്നത് 1, 2 പുറത്താണ്, 7, 8 പുറത്താണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഒന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും 1ഉം 5ഉം കറസ്പോണ്ടിങ് ആണ്. ശ്രദ്ധിക്കണേ, 1, 5 കറസ്പോണ്ടിങ് ആണ്. എവിടെയൊക്കെ 1ഉം 5ഉം കിടക്കണത് നോക്കി നിങ്ങൾ. ഇതാണ് 1 അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 1 എന്ന ഈ ആംഗിളും 5 എന്ന ഈ ആംഗിളും കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഈ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡം എന്താ വെച്ചാൽ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിലാണ് കിടക്കുന്നത്. രണ്ട് ആംഗിൾസുകൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ 3 കണ്ടീഷൻസ് ഉണ്ട്. എത്ര കണ്ടീഷൻസ് ഉണ്ട്? 3 കണ്ടീഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് കണ്ടീഷൻ ഉള്ളത്? ഒന്നാമത്തെ കണ്ടീഷൻ നമ്പർ 1, ഒന്നാമത്തെ കണ്ടീഷൻ, രണ്ടിൻ്റെയും വെർട്ടക്സുകൾ എന്തായിരിക്കണം? വ്യത്യസ്തമായിരിക്കും, ഡിഫറെന്റ് വെർട്ടിസസ് അല്ലെ? 1 എന്നതിന്റെ ഈ ആംഗിൾ 1ന്റെ വെർട്ടക്സ് എവിടെ? ഈ പോയിന്റ് ആണ് വെർട്ടക്സ്. ആംഗിൾ 5ന്റെ ഇവിടെയാണ് വെർട്ടക്സ് കിടക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വെർട്ടക്സ് എന്തായിരിക്കണം? വ്യത്യസ്തമായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്, ബോത്ത് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. രണ്ട് ആംഗിളും ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിലായിരിക്കണം അല്ലേ? കണ്ട, ഇതാണ് ട്രാൻസ്വേഴ്സൽ. രണ്ട് ട്രാൻസ്വേഴ്സലിന്റെ ഇടത്തെ സൈഡിലാണ് കിടക്കുന്നത്. ആംഗിൾ 1ഉം ഇടത്തെ സൈഡിലാണ്, ആംഗിൾ 5ഉം ഇടത്തെ സൈഡിലാണ്. അപ്പോൾ രണ്ടും ഒരേ സൈഡിലാവണം കിടക്കേണ്ടത്. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. എന്താണ്? കറസ്പോണ്ടിങ് പൊസിഷനിലാവണം. കറസ്പോണ്ടിങ് പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ
ആംഗിൾ 1 എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്നത് നോക്കി നിങ്ങൾ, ഈ ലൈനിന്റെ മുകളിലാണ് കിടക്കുന്നത് അല്ലേ. എം എന്ന് പറയുന്ന ലൈനിന്റെ മുകളിലാണ് കിടക്കുന്നത്, മുകളിൽ ഇടതുവശത്ത് അല്ലേ. എന്നതുപോലെ ഈ 5 എന്നത് എങ്ങനെ തന്നെ ആവണം, എൻ എന്ന ലൈനിന്റെ മുകളിൽ ഇടതുവശത്ത് തന്നെയാണ്. അതാണ് കറസ്പോണ്ടിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. മുകളിലാണെങ്കിൽ മുകളിൽ, ഇടത് സൈഡിലാണെങ്കിൽ ഇടത് സൈഡിൽ, ഇങ്ങനെ കറസ്പോണ്ടിങ് പൊസിഷനിലാകുമ്പോഴാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ എത്ര കറസ്പോണ്ടിങ് ആംഗിൾസ് ഉണ്ട് നോക്കാം. ആംഗിൾ 1ഉം ആംഗിൾ 5ഉം കറസ്പോണ്ടിങ് ആണ്. അതുപോലെ ആംഗിൾ 2ഉം 6ഉം കറസ്പോണ്ടിങ് ആണ് അല്ലേ. 2 എന്നതും 6 എന്നതും കറസ്പോണ്ടിങ് ആണ്. കാരണം എന്താ, ഈ 3 കണ്ടീഷനോട് ഒത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് വെർട്ടെക്സുകളാണ്. അതുപോലെ രണ്ടും ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിലാണ്, അതായത് വലതുവശത്താണ്. മൂന്നാമത്തേത് കറസ്പോണ്ടിങ് പൊസിഷൻ ആണ് എന്ന് പറഞ്ഞാൽ എം എന്ന ലൈനിൻ്റെ വലതുവശത്ത് മുകളിൽ, അതുപോലെ ഇവിടെ എൻ എന്ന ലൈനിൻ്റെ വലതുവശത്ത് മുകളിൽ. ഇനി അതുപോലെ 3 എയും കണ്ട, 3ഉം എയും കറസ്പോണ്ടിങ് ആണ്, 4ഉം 8ഉം കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസിനെ പറ്റി നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എന്താ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 3ഉം 6ഉം ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് എന്ന് പറഞ്ഞാൽ, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്റീരിയർ ആംഗിൾസിൽ പെട്ടതായിരിക്കും. അപ്പോൾ 3, 4, 5, 6 ആണ്. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ ആവണം. അതോടൊപ്പം മറ്റു കണ്ടീഷൻ എന്താ, ഡിഫറെൻറ്റ് വെർട്ടെക്സ് ആവണം. ഇവിടെ 3ന്റെ വെർട്ടെക്സ് ഇതാണ്, അതുപോലെ 6ന്റെ വെർട്ടെക്സ് ഇതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് വെർട്ടെക്സ് ആവണം. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, എന്താണ്, ഓപ്പോസിറ്റ്, പരസ്പരം ഓപ്പോസിറ്റിലാവണം. അതായത് ഇവിടെ 3ലാണെങ്കിൽ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ 6ൽ വരണം. നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 4 പറ്റില്ല, കാരണം എന്താ, ഇവിടെ ഡിഫറെൻറ്റ് വെർട്ടെക്സ് അല്ല. 5 പറ്റില്ല, കാരണം എന്താ, ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ല. 6 പറ്റും, കാരണം എന്താ, 3ന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് 6. അതുപോലെ 4ഉം 5ഉം എന്താണ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് അല്ലേ. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, വെർട്ടെക്സ് വ്യത്യസ്തമാകണം, ഇന്റീരിയർ ആംഗിൾ ആവണം, അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ആവണം. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. എന്താ ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് 1ഉം 8ഉം ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ. 1, 8 എന്താ കാരണം, അപ്പോൾ ഇത് രണ്ട് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ. ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ആവാനും നേരത്തെ പറഞ്ഞതുപോലെ 3 കണ്ടീഷൻസ് ഉണ്ടാവും. ഏതൊക്കെ, ഒന്ന് എക്സ്റ്റീരിയർ ആംഗിൾ ആവണം, 1ഉം പുറത്താണ് 8ഉം പുറത്താണ്, അപ്പോൾ ആ കണ്ടീഷൻ റെഡിയാണ്. രണ്ടാമത്തെ ഡിഫറൻറ്റ് വെർട്ടെക്സ് ആവണം, ഇതിൻ്റെ വെർട്ടെക്സ് ഇവിടെയാണ്, ഇതിൻ്റെ വെർട്ടെക്സ് ഇവിടെയാണ്. അതോടൊപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആവണം. ഇവിടെ ഇടതുവശത്ത് മുകളിലാണ്, ഇവിടെ വലതുവശത്ത് താഴെയാണ്. ഇങ്ങനെ ഓപ്പോസിറ്റിലാണ്, ആൾട്ടർനേറ്റിലാണ് കിടക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് അവസാനത്തേത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇന്റീരിയർ ആംഗിൾസ് തന്നെയാണ്, പക്ഷേ ട്രാൻസ്വേഴ്സലിൻ്റെ ഒരേ സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. ഇപ്പം 3, 3, 4, 5, 6 ഇവരൊക്കെ ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഇതിൽ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ കിടക്കുന്ന ആംഗിൾസ് ആരൊക്കെയാണ്, 3ഉം 5ഉം. ഇത് ട്രാൻസ്വേഴ്സിന്റെ ഇടതുവശത്ത് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് ആണ്. 4ഉം 6ഉം ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിൽ, അതായത് വലതുവശത്ത് കിടക്കുന്ന ഇന്റീരിയർ ആംഗിൾസ് ആണ്. അപ്പോൾ ഇങ്ങനെ 6 തരം ആംഗിൾസുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്റീരിയർ ആംഗിൾസ്, എക്സ്റ്റീരിയർ ആംഗിൾസ്, കറസ്പോണ്ടിങ് ആംഗിൾസ്, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്, ഇന്റീരിയർ ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ. ഇങ്ങനെ ഒരുപാട് ട്രാൻസ്വേഴ്സിനെ കുറിച്ച് ഒരു ട്രാൻസ്വേഴ്സിൽ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നിരവധി ആംഗിൾസിനെ കുറിച്ച് നമ്മൾ, വിവിധ ടൈപ്സിലുള്ള ആംഗിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇത് നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു, ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിനെ പറ്റിയാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ഈ രണ്ടോ അതിലോ ലൈൻ എന്ന് പറഞ്ഞാലോ, ഈ രണ്ട് ലൈനുകളും പാരലൽ ലൈൻ ആണെങ്കിൽ, ഇപ്പൊ എമ്മും എന്നും പാരലൽ അല്ല. കാരണം എന്താ, ഈ എം ഇങ്ങനെ കുറച്ചുകൂടി നീട്ടി വരച്ചോ, എന്നും കുറച്ച് നീട്ടി വരച്ചാൽ എന്താ, രണ്ടും കൂടി കൂട്ടിമുട്ടും, ഇന്റർസെക്റ്റിംഗ് ലൈൻ ആവും. ഇന്റർസെക്റ്റിംഗ് ലൈൻ ആവരുത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണത് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞത്. അതായത് ഖിയാമത്ത് നാൾ വരെ ആ രണ്ട് ലൈന് നീട്ടി വരച്ചാലും കൂട്ടിമുട്ടാൻ പോണില്ല, അതാണ് പാരലൽ ലൈൻസ്. അപ്പൊ രണ്ട് പാരലൽ ലൈൻസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താ പറഞ്ഞത്, നമുക്ക് ട്രാൻസ്വേഴ്സൽ ആവാൻ എത്ര കണ്ടീഷൻ ഉള്ളൂ, രണ്ട് ലൈനുകളെ, രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിനെ പറ്റിയാണ് എന്ത് പറയുന്നത്,
എന്ത് പറയുന്നത്, ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ഇന്റർസെക്ട് ചെയ്യപ്പെടുന്ന ഈ രണ്ട് ലൈനുകൾ, ഈ ലൈനും എമ്മും എന്നും ശരിക്കും പാരലൽ ലൈൻ ആണെങ്കിൽ, നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയി പോകുന്ന രണ്ട് ലൈനുകളാണ് എങ്കിൽ അവിടെ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ട്. ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ നമുക്ക് ഇതിന് പേരിട്ട് കൊടുക്കാം. ഈ ലൈനിന് നമുക്ക് എം എന്ന് പേരിടാം, ഇതിന് നമുക്ക് എൻ എന്ന് പേരിടാം, ഈ പോയിന്റിൽ നമുക്ക് പി എന്നും പേരിടാം. അപ്പോൾ എം എൻ എന്നീ ലൈനുകളെ രണ്ട് വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സലാണ് ആര്, പി എന്ന് പറയുന്ന ഈ ലൈന്. ഇവിടെ എമ്മിന്റെ എന്നിന്റെ പ്രത്യേകത എന്താ, എമ്മും എന്നും പാരലലാണ്. എം പാരലൽ ടു എൻ. പാരലൽ എന്ന് കുറച്ച് നേരെ ഇതുണ്ട്, സ്ട്രൈറ്റിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എം പാരലൽ ടു എൻ, എമ്മും എന്നും പാരലാണ്. അത് എമ്മിനെ എന്നിനെ ഇങ്ങനെ നീട്ടി വരച്ചാലൊന്നും എവിടെയും ചെന്ന് മുട്ടാൻ പോണില്ല. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈനുകളെ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ലൈനുകളെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ലൈനിനെ പറ്റിയാണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യപ്പെടുന്ന ഈ ലൈന് പാരലൽ ലൈൻ ആണെങ്കിൽ അവിടെ 3 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പരിശോധിക്കുന്നു. ഒന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ പ്രോപ്പർട്ടി, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചിരുന്നു. ഇവിടെ പാരലൽ ലൈൻ ആകുമ്പോൾ ഓർത്ത ഒരു പ്രോപ്പർട്ടിയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു കറസ്പോണ്ടിങ് ആംഗിളുകൾ? 1ഉം 5ഉം കറസ്പോണ്ടിങ് അല്ലേ? അപ്പോൾ 1ഉം 5ഉം തുല്യമായിരിക്കും. 1ഉം 5ഉം തുല്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ 1ന്റെ സ്ഥാനത്ത് 110 ഡിഗ്രി ആണെന്ന് സങ്കല്പിക്കുക. ഈ 1ന്റെ സ്ഥാനത്തുള്ള ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ നിർബന്ധമായിട്ടും 5ന്റെ അവിടെ എത്രയായിരിക്കും? 110 ഡിഗ്രി ആയിരിക്കും. എന്താ കാരണം? കറസ്പോണ്ടിങ് ആംഗിളുകൾ തുല്യമാവണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. തുല്യമായിരിക്കും, നിർബന്ധമായിട്ടും ആയിരിക്കും. ഇനി ഇവിടെ ആംഗിൾ 2 70 ആണെങ്കിൽ ആംഗിൾ 6ഉം എന്തേ ആവുള്ളൂ? 70 ആവുള്ളൂ. കാരണം എന്താ? കറസ്പോണ്ടിങ് ആംഗിളുകൾ തുല്യമാണ്. 2ഉം 6ഉം കറസ്പോണ്ടിങ് ആംഗിൾ ആണ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2ന്റെ അവിടെ 70 ആണെങ്കിൽ 6ന്റെ അവിടെയും 70 ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഇനി ഇവിടെ 3, ഈ 3ന്റെ അവിടെ 70 ആണ് എങ്കിൽ, 3ന്റെ അവിടെ 70 ഡിഗ്രി ആണെങ്കിൽ ഈ 7th എന്ന നമ്പർ ഇട്ട് അവിടെയും എന്തായിരിക്കും? 70 ആയിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നോക്കുന്നുണ്ട്. എന്താ അറിയോ? ഇവിടെ 110 ഇട്ടപ്പോൾ ഇവിടെ 70 എന്ന് നമ്മൾ ബോധപൂർവ്വം ഇട്ടാണ്. എന്താ കാരണം? ഇവിടെ 60 എന്ന് ഇട്ടാൽ ഉദാഹരണം ശരിയാണ്, പക്ഷേ ഇവിടെ 110 വന്നാൽ ഇവിടെ 70 ഇടാൻ പറ്റുള്ളൂ. എന്താ കാരണം? 110ഉം 70ഉം 180 ആവണം. ഇത് ലീനിയർ പെയറാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നിങ്ങൾ മനസ്സിൽ വരണം കേട്ടോ. ഇങ്ങനെ പോകുന്ന ലൈനും ഇങ്ങനെ, ഇത് രണ്ടും കൂടി ലീനിയർ പെയർ ആവുമല്ലോ. അപ്പോൾ 110, 70, 150. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 70 ഇട്ടത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഒരു ആംഗിളും ഇങ്ങനെ ഒരു ആംഗിളും, ഇത് ലീനിയർ പെയറാണ്. കാരണം എന്താ? ഓപ്പോസിറ്റ് റൈസ് ആണ്. അപ്പോൾ ഇത് 150 കിട്ടണം. ഇവിടെ 110 ആണെങ്കിൽ ഇവിടെ 70. അതൊക്കെ നമ്മൾ ഇതിന് കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതാണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഈച്ച് പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഇന്റീരിയർ ആംഗിൾസ് ഏതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളുകൾ? ഏതൊക്കെയായിരുന്നു? ആൾട്ടർനേറ്റ് ഇന്റീരിയറിന്റെ ഓരോ ജോഡികൾ, ഇപ്പം 3ഉം 6ഉം ഒരു ജോഡിയാണ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. കാരണം എന്താ? 3ഉം 6ഉം ഇന്റീരിയർ ആണ്, വ്യത്യസ്ത വെർട്ടെക്സുകളാണ്, അതോടൊപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ? ട്രാൻസ്വേഴ്സലിന്റെ ഇടത്തെ സൈഡിൽ താഴെ, ഇത് ട്രാൻസ്വേഴ്സലിന്റെ വലത്തെ സൈഡിൽ മുകളിൽ അല്ലെ? അപ്പോൾ ഇത് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അങ്ങനെ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ ഓരോ ജോഡികളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇവിടെ ഈ 3 എന്നിടത്ത് നമ്മൾ എത്ര എഴുതി? ഇത് എത്ര ഡിഗ്രി ആണെങ്കിൽ? 70 ഡിഗ്രി ആണ് എങ്കിൽ, ഇപ്പൊ ഈ 3ന്റെ ഇവിടെയുള്ള ആംഗിളിന്റെ അളവ് 70 ഡിഗ്രി ആണ് എങ്കിൽ ഷുവർ ഈ 6ന്റെ അവിടെ എത്രയാവുള്ളൂ? 70 തന്നെ ആവുള്ളൂ. എന്താ കാരണം? ഇത് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിളുകൾ തുല്യമാണ്. ഇനി ഈ 4ന്റെ അവിടെ ഇവിടെ 110 ആണ് എങ്കിൽ ഇവിടെ 5ന്റെ അവിടെ 110 ആവും. എന്താ കാരണം? അതും ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് തുല്യമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി എന്താ? ഈച്ച് പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ ആർ സപ്ലിമെന്ററി. നമ്മൾ അങ്ങനെ ഒരു ആംഗിൾസ്, ആറാമത്തെ ഒരു ജോഡി ഇന്റീരിയർ ആംഗിൾസ് ഓൺ സെയിം സൈഡ് ഓഫ് ട്രാൻസ്വേഴ്സൽ പഠിച്ചിരുന്നു. അതായത് ആരൊക്കെ? ഇപ്പം 3ഉം 5ഉം ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിലുള്ള ഇന്റീരിയർ ആംഗിൾസ് ആണ്. ആരൊക്കെ? 3ഉം 5ഉം.
അതുപോലെ 4ഉം 6ഉം ട്രാൻസ്വേഴ്സിലിൻ്റെ ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. ഇങ്ങനെ ട്രാൻസ്വേഴ്സിലിൻ്റെ ഒരേ സൈഡിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസുകൾ സപ്ലിമെൻ്ററി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ 3ഉം 5ഉം സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് എത്രയേ കിട്ടാൻ പറ്റുള്ളൂ? എത്രയേ കിട്ടുക? 180 ആയിരിക്കും കിട്ടുക. അപ്പോൾ സപ്പോസ് ഈ 5ൻ്റെ അവിടെ 110 ആണ് എങ്കിൽ ഈ 3ൻ്റെ അവിടെ ഇനി നിർബന്ധമായിട്ട് എത്രയാവുള്ളൂ? 70 ആവുള്ളൂ. കാരണം രണ്ടും കൂടി കൂട്ടിയാൽ 180 ആണ് കിട്ടണം. ഇവിടെ 4ൻ്റെയും 6ൻ്റെയും ഇവിടുത്തെ ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, ശുക്രൻ. അസ്സലാമു